അയോധ്യ ഭൂമി തർക്ക കേസിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് ഉത്തരവിട്ട സുപ്രീംകോടതി മുൻ ജഡ്ജി ഉൾപ്പെടെ 3 അംഗ സമിതിയെ സുപ്രീംകോടതി ഇതിനായി നിയോഗിച്ചു. ചർച്ചകൾ 8 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും ഇടക്കാല റിപ്പോർട്ട് 4 ആഴ്ചയ്ക്ക് ശേഷം കോടതിയിൽ സമർപ്പിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അയോധ്യ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ 3 അംഗ സമിതി വന്നിരിക്കുകയാണ്. ആ 3 അംഗ സമിതി തീരുമാനമെടുക്കും. ആ 3 അംഗ സമിതി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും. അതിനുവേണ്ടി തന്നെയുള്ള തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നു. തന്ത്രപ്രധാനമായ നീക്കം അല്ലെങ്കിൽ മാതൃകാപരമായ നീക്കം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയണം. കാരണം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ വിഷയം സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം ശരിയായ നടപടിയാണ്, നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തു പറയുന്നു. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് കൂടി തന്നെയാണ് സുപ്രീം കോടതി ഈ കേസ്, അയോധ്യ കേസ് മധ്യസ്ഥ ചർച്ചകൾക്ക് വിടണമെന്നുള്ള കാര്യത്തിൽ ഒരു 45 മിനിറ്റ് നീണ്ട വാദം നടത്തിയത്. ആ വാദത്തിലുടനീളം സുപ്രീം കോടതി കൈക്കൊണ്ട പ്രധാനപ്പെട്ട തീരുമാനം ഇത് ഒരു മധ്യസ്ഥ ചർച്ചകളിലെ കാര്യങ്ങൾ പോട്ടെ എന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടത്തിയത്. പക്ഷെ അതിൽ തന്നെ നിർമോഹി അഖാര, അതുപോലെ തന്നെ രാംലല്ല, സുന്നി വഖഫ് ബോർഡ് എന്നിങ്ങനെ 3 പേർക്കാണ് 2.7 ഏക്കർ ഭൂമി തർക്കഭൂമി 2010 അലഹബാദ് ഹൈക്കോടതി വിഭജിച്ച് നൽകിയത്. അവർ നൽകിയ പുനഃപരിശോധനാ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണനയുള്ളതും. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ ഈ നിർമോഹി അഖാരയും അതുപോലെ തന്നെ ഹിന്ദു സുന്നി വഖഫ് ബോർഡ് എല്ലാം തന്നെ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. കാരണം കക്ഷികളെല്ലാവരും തന്നെ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന നടപടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ തന്നെ സുപ്രീം കോടതിയിൽ തന്നെ ഈ പറഞ്ഞ ഹിന്ദു മഹാസഭയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ അതുപോലെ തന്നെ രാംലല്ല എന്നീ 3 പേരാണ് തന്നെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. കാരണം അവർ ആദ്യമേ ചൂണ്ടിക്കാണിച്ചു ഔട്ട് ഓഫ് ദ കോർട്ട് ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ പോവേണ്ടതില്ല. കാരണം എല്ലാം തന്നെ കോടതി അകത്തു നിന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവണം, കോടതി തന്നെ ഒരു വിധി പ്രസ്താവന നടത്തുന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ രാജീവ് ധവാൻ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു കക്ഷികളുടെ തീരുമാനം സുപ്രീം കോടതി നോക്കേണ്ടതില്ല, സുപ്രീം കോടതി അങ്ങനെ തീരുമാനം കൈക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കട്ടെ, എന്തായാലും സുന്നി വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് ഒരു അനുകൂല നിലപാടാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് തൊട്ടേ തന്നെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ തന്നെ എസ് എ ബോബ്ഡെ പല നിർണായകമായ തീരുമാനങ്ങൾ നടത്തി. കാരണം ആ വിഷയത്തിൽ തന്നെ ഒരു മധ്യസ്ഥ ചർച്ചകൾ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് ശരിയായ നടപടിയല്ലെന്ന് ഹിന്ദു മഹാസഭ എല്ലാം തന്നെ വാദിച്ചപ്പോൾ എസ് എ ബോബ്ഡെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഒരു പാനൽ കമ്മിറ്റിയെ വേണ്ടി നിയോഗിച്ചിട്ടില്ല. അങ്ങനെ നിയോഗിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് ഇങ്ങനെ തെറ്റായ നടപടി സ്വീകരിക്കാതെ ശരിയായി മുന്നോട്ട് പോവില്ല എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് ശരിയാണോ എന്നെല്ലാം ചോദിച്ചിരുന്നു. അപ്പൊ ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ തന്നെ ഒരു വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ഒരു മധ്യസ്ഥ ചർച്ചകൾ നടക്കട്ടെ, എല്ലാ തരത്തിലുമുള്ള മുറിവുകൾ ഉണക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് 130 കോടി ജനങ്ങളുടെ വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട്. എന്തിനുള്ള പല നിരീക്ഷണങ്ങളും സുപ്രീം കോടതി നടത്തുക. സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട് നീണ്ട വർഷമാണ് സുപ്രീം കോടതി അതുപോലെ മറ്റു കോടതിയുമായി തന്നെ അയോധ്യ ഭൂമി തർക്ക കേസിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശപ്രകാരം തന്നെ മധ്യസ്ഥതയ്ക്ക് വേണ്ടിയുള്ള പാനൽ കമ്മിറ്റിയെ തീരുമാനിക്കുന്നു. ഫൈസാബാദിൽ വെച്ചാണ് കമ്മിറ്റി യോഗം ചേരുക. അതിൽ തന്നെ പല നിബന്ധനകളും സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. 3 അംഗ പാനലാണ് സുപ്രീം കോടതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം തന്നെ ആ കമ്മിറ്റിക്ക് വേണമെങ്കിൽ കൂടുതൽ പേരെ അതിലേക്ക് നിയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇനി അഭിഭാഷകരുടെ സഹായം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൂടുതൽ അഭിഭാഷക സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യാം, അവരെ ആശ്രയിക്കാം എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട 3 അംഗ സമിതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങളും ഈ പറഞ്ഞ ചർച്ച നടത്താൻ വേണ്ട വേദിയും സജ്ജീകരണം എല്ലാം തന്നെ ഒരുക്കേണ്ടത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആവശ്യമാണ്. ഉത്തർപ്രദേശ് സർക്കാർ ആണ് അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കണമെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 4 ആഴ്ചക്കകം തന്നെ ഇതിന്റെ ഒരു റിപ്പോർട്ട്, അതായത് പുരോഗതി റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈ ആഴ്ച തന്നെ ഇതിന് വേണ്ട നടപടിയുമായി മുന്നോട്ട് പോവുക, 4 ആഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത പുതിയ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുക, 8 ആഴ്ചക്കകം തന്നെ ഇതിന് വേണ്ട മധ്യസ്ഥ ചർച്ചകളെല്ലാം തന്നെ അവസാനിപ്പിച്ചു അന്തിമ റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിക്കുക എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തന്ത്രപ്രധാനമായ നീക്കം അല്ലെങ്കിൽ മാതൃകാപരമായ നീക്കമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ എടുത്തു പറയുന്നു. കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അയോധ്യ വിഷയത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അത് വൈകാരികമായ വിഷയമാണ്, അതോടൊപ്പം തന്നെ മതപരമായ വിഷയമാണ്. അതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം സുപ്രീം കോടതിക്കുണ്ടെന്ന് സുപ്രീം കോടതി പല തവണയും ആ 45 മിനിറ്റ് കഴിഞ്ഞ ദിവസത്തെ വാദം കേട്ടപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. എന്തായാലും നല്ലൊരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. 3 അംഗ സമിതിക്ക് വേണമെങ്കിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ ഉണ്ടായിരുന്ന മുൻ ജസ്റ്റിസ് ആയിരുന്ന ഖലീഫുള്ള, അതോടൊപ്പം തന്നെ ശ്രീ രവിശങ്കർ,
അതുവരും ശ്രീറാം റാഞ്ചു എന്നിങ്ങനെ 3 പേരാണ് ഈ സമിതിയിൽ ഉള്ളത്. അവരെല്ലാവരും തന്നെ ഏറ്റവും ശ്രദ്ധേയപരമായ ആൾക്കാർ തന്നെയാണ് നമുക്ക് എടുത്തു പറയണം. കാരണം ഈ പറയുന്ന വിഷയത്തിൽ ശ്രീ രവിശങ്കർ ഇതിനു മുമ്പേ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നത് ശ്രദ്ധേയപരമായ കാര്യമാണ്. 3 അംഗ സമിതിയിൽ തന്നെ ഖലീഫുള്ളയും ശ്രീ രവിശങ്കറും ശ്രീറാം പഞ്ചു, അത് 3 പേരും വലിയ രീതിയിൽ തന്നെ ഈ വിഷയം അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യയിലുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും തന്നെ വ്യക്തമായ ബോധ്യവും അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു മധ്യസ്ഥ ചർച്ചകൾ വഹിക്കാൻ പറ്റിയ വ്യക്തികൾ തന്നെയാണെന്ന് എടുത്തു പറയണം. കാരണം ഈ വിഷയത്തിൽ തന്നെ ഈ ശ്രീറാം പഞ്ചു എന്ന വ്യക്തി തന്നെ തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹം പല വിഷയങ്ങൾ തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾ തന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവീണ്യമുള്ള വ്യക്തി തന്നെയാണ്. കാരണം പല മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നതിലും ഏറ്റവും ശ്രദ്ധ കേട്ടൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഖലീഫുള്ള എന്ന വ്യക്തി സുപ്രീം കോടതിയിൽ നിന്നാണ്. അപ്പൊ എല്ലാ തരത്തിലുമുള്ള നല്ലൊരു സമിതിയെ വേണ്ടി നിയോഗിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ആ സമിതി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും, സുപ്രീം കോടതി മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കും ഈ സമിതിയുടെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് തന്നെ പൂർണ്ണമായി തന്നെ ഈ വിഷയത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സുപ്രീം കോടതി. കാരണം ഈ വിഷയം എന്തെല്ലാം തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്യുന്നത് പറയാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്ന റൂമും അതിന്റെ പരിസര പ്രദേശമുള്ള വാർത്തകളും ഒന്നും തന്നെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരു തരത്തിലും ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളും പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ അതിൽ തന്നെ എല്ലാ തരത്തിലും വീഡിയോ പ്രോസസിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്യാമറ ഉപയോഗിച്ച് തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലേക്ക് സുപ്രീം കോടതി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എസ് എ ബോബ്ഡെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന മധ്യസ്ഥ സമിതിയെ നിയോഗിക്കുന്നു. ആ സമിതിയുടെ തീരുമാനം എടുക്കുകയാണ്. ആ സമിതി എടുക്കുന്ന തീരുമാനം സുപ്രീം കോടതി കൂടി അംഗീകരിച്ചാൽ അത് വിധിയായി മാറും. അത് എല്ലാ കക്ഷികളും ഇന്ത്യയിലെ 130 കോടി ജനങ്ങളും അത് അംഗീകരിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് അയോധ്യ കേസ് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയുള്ള 5 അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അതോടൊപ്പം തന്നെ DY ചന്ദ്രചൂഡ്, എസ് എ ബോബ്ഡെ, അശോക് ഭൂഷൺ, അബ്ദുൾ നസീർ എന്നീ 5 അംഗ സമിതി 5 അംഗ ജസ്റ്റിസുമാരാണ് ഈ കേസ് പരിഗണിച്ചത്. എന്തായാലും നല്ലൊരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരും അതുപോലെ ഈ പറയുന്ന രാംലല്ലയുമാണ് ഈ വിഷയത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ആദ്യം തൊട്ട് മുതൽ തന്നെ. അതിൽ തന്നെ രാംലല്ല ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അയോധ്യയിൽ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണം, അയോധ്യക്ക് പുറത്തുള്ള വേറൊരു ഭൂമിയിൽ തന്നെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അതാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ധനസമാഹരണത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ കൂടുതൽ പണം സമാഹരിച്ച് നൽകാമെന്നുള്ള കാര്യങ്ങൾ തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസഭ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഇത് ജനങ്ങളുടെ വിഷയമാണ്, ഇന്ത്യ ഒട്ടാകെയുള്ള വിഷയമാണ്, 130 കോടി ജനങ്ങളുടെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നോട്ടീസ് അയക്കാനുള്ള നടപടി, അങ്ങനെ നോട്ടീസ് അയക്കുക, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ വാദങ്ങളെ പോട്ടെ, അല്ല ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവേണ്ടതില്ല എന്നെല്ലാം വാദിച്ചു. പക്ഷെ അതെന്തെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചത്. സുപ്രീം കോടതി ആദ്യമേ ചൂണ്ടിക്കാണിച്ച കാര്യം, എങ്ങനെ മുറിവുണക്കാം എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനു മുൻപ് തന്നെ ബാബറി സ്ഥലം കീഴടക്കിയെന്നോ അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ആ ഹിസ്റ്ററി മാറ്റി എഴുതാൻ വേണ്ടി തന്നെ സുപ്രീം കോടതിക്ക് സാധിക്കുകയില്ല, അത് മറ്റാർക്കും സാധിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ചത് എങ്ങനെ മുറിവുണക്കാം, ഇന്ത്യ ജനങ്ങളുടെ വിഷയങ്ങൾ എങ്ങനെ തീർക്കാം എന്നാണ് കോടതി നോക്കുന്നതെന്നായിരുന്നു അന്ന് കോടതി വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 അംഗ സമിതിയെ നിയോഗിച്ചത്. ആ 3 അംഗ സമിതിക്ക് വേണമെങ്കിൽ കൂടുതൽ വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട അഭിഭാഷകരെ വേണോ, മറ്റു കാര്യങ്ങൾ വേണോ, എന്തെങ്കിലും സൗകര്യങ്ങൾ എന്തെങ്കിലും വേണം, വീണ്ടും തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. ആ സമിതിയാണ് ഇനി ഇപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നോടുകൂടിയോ നാളെയോടുകൂടി തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം ഉണ്ടാവും. അങ്ങനെ നിരവധി രാഷ്ട്രീയപരമായി തന്നെ അയോധ്യ കേസിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ വിഷയത്തിൽ തന്നെ ഈ പറയുന്ന ശിവസേന, VHP അടക്കമുള്ള സംഘടനകളും അതുപോലെ തന്നെ RSSും സംഘപരിവാർ സംഘടനകളും BJPയെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയത് ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. അയോധ്യ വിഷയത്തിൽ ഒരു ഓർഡിനൻസ് ഇറക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഈ പറയുന്ന എല്ലാ സംഘടനകളും. ഒരു ഘട്ടത്തിൽ ശിവസേന NDA വിട്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തവണ ഇലക്ഷന് വേണ്ടി ഒപ്പം നിൽക്കില്ല എന്നെല്ലാം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം അവർ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അയോധ്യ വിഷയം എന്തായാലും 8 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇനി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി മീഡിയാസിൽ വലിയ വാർത്തകളും ചർച്ചകളും തന്നെ ഒന്നും അയോധ്യ വിഷയത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുകയൊന്നുമില്ല. പക്ഷേ 2019 ഇലക്ഷനെ അയോധ്യ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും സുപ്രീം കോടതി തന്ത്രപരമായ നീക്കം അല്ലെങ്കിൽ ഒരു മാതൃകാപരമായ നീക്കം കൈക്കൊണ്ടിരിക്കുന്നു, നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആനന്ദ്, വ്യക്തമാണ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായ ഒരു പ്രപ്പോസൽ രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു. മികച്ച ഇടപെടൽ എന്ന് തന്നെ വിദഗ്ധരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായവും ഇതിനോടകം വന്നിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഹരീഷ് നൽകിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി MM മണി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നത് തുടരും. ആവശ്യമെങ്കിൽ കൂടുതൽ പുറത്തുനിന്ന് വാങ്ങുമെന്നും സംസ്ഥാനത്ത് ജലക്ഷാമം രൂക്ഷമാണെന്നും മന്ത്രി തൊടുപുഴയിൽ പ്രതികരിച്ചു. അതൊന്നും ഒരു പ്രശ്നമില്ല, വൈദ്യുതി കട്ടൊന്നും വരില്ല. വേറെ വാങ്ങിയായാലും ആളുകൾക്ക് കൊടുക്കും. പിന്നെ വരൾച്ച വന്ന കുടിവെള്ളം ഇങ്ങനെയുള്ള പ്രശ്നം എല്ലാം നമുക്ക് വിഷയം തന്നെയാണ്. ഏത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ വൈദ്യുതി
നമ്മൾ വേറെ സംസ്ഥാനത്ത് നിന്ന് വാങ്ങിയാലും കൊടുക്കും. അങ്ങനെയാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നത്. അത് നല്ല ഭംഗിയായി നടത്തും. വളരെ നിർണായകമായ വാർത്ത. കേരള കോൺഗ്രസിന്റെ സീറ്റ് PJ ജോസഫിനില്ല. സ്റ്റീഫൻ ജോർജ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സിജു, ഈ വിവരം സ്ഥിരീകരിക്കാമോ? നമുക്കറിയാം വളരെ തുടർച്ചയായ ചർച്ചകൾ, പിണക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ, കൂടിയാലോചനകൾ ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ വിവരം സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണോ പുറത്തുവരുന്നത് സിജു? ആനന്ദ്, തീർച്ചയായും അതായത് കേരള കോൺഗ്രസ് ഇത് സംബന്ധിച്ച ഏറ്റവും ഒടുവിൽ വളരെ നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നു. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സ്റ്റീഫൻ ജോർജ് മത്സരിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഇടുക്കിയിൽ PJ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് തനിക്ക് ഈ സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. പാർട്ടിക്ക് ലഭിക്കുന്ന ഏക സീറ്റ് നിലവിൽ UDFന്റെ ധാരണ പ്രകാരം കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുക്കുമെന്നാണ്. അത് കോട്ടയം സീറ്റ് തന്നെയാണ്. നിലവിൽ ജോസ് കെ മാണി ആയിരുന്നു അവിടെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത്. പക്ഷേ രാജ്യസഭയിലേക്ക് ജോസ് കെ മാണി പോയ സാഹചര്യത്തിൽ ഒട്ടേറെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ആദ്യം ഉയർന്നു വന്ന പേര് ജോസ് കെ മാണിയുടെ ഭാര്യയുടെ പേര് തന്നെയായിരുന്നു. പിന്നീട് PJ ജോസഫ് ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കഴിഞ്ഞ അവിടെ കോട്ടയത്ത് നടന്ന തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ കേരള കോൺഗ്രസിന്റെ യോഗം വിളിച്ചിരുന്നെങ്കിലും ആ തീരുമാനം യോഗം ചേരുന്ന തീയതി മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കേരള കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് KM മാണി, പിന്നെ ജോസ് കെ മാണി അടക്കമുള്ളവർ തീരുമാനമെടുത്തിരിക്കുന്നു. സ്റ്റീഫൻ ജോർജ്, അതായത് PJ ജോസഫിന് സീറ്റ് നൽകാനില്ല, മാണി വിഭാഗം തന്നെയായിരിക്കും കോട്ടയത്ത് മത്സരിക്കുക. സ്റ്റീഫൻ ജോർജ്, കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയ സ്റ്റീഫൻ ജോർജ് നേരത്തെ തന്നെ MLA ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി ലോക്സഭയിൽ കോട്ടയത്ത് നിന്ന് മത്സരിക്കുക എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരള കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു പൊട്ടിത്തെറി, അത് പൊട്ടിത്തെറിയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. PJ ജോസഫിന് സീറ്റില്ല എന്ന് അസന്ധിഗ്ധമായി മാണി വിഭാഗം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ അതായത് ഇതിൽ തന്നെ PJ ജോസഫ് ആദ്യം തന്നെ സീറ്റ് അവകാശവാദം ഉന്നയിച്ചപ്പോൾ തന്നെ ഇത് മാണി കോൺഗ്രസിന്, കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റാണെന്നും അതുകൊണ്ട് തന്നെ PJ ജോസഫിന് നൽകാനാകില്ല എന്ന നിലപാടാണ് പിന്നെ മാണി വിഭാഗം നേതാക്കളൊക്കെ തന്നെ ആ യോഗങ്ങളിൽ ഉൾപ്പെടെ നിലപാട് ആവർത്തിച്ചിരുന്നത്. അത് അസന്ധിഗ്ധമാക്കി വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ PJ ജോസഫിന് സീറ്റില്ല എന്നും പകരം കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെ മത്സരിക്കും. ഒരുപക്ഷെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കേരള കോൺഗ്രസ് വീണ്ടും പിളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കാര്യങ്ങൾ എന്ന് തന്നെ വിലയിരുത്തപ്പെടേണ്ടി വരുന്നുണ്ട്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതായത് PJ ജോസഫിന് സീറ്റ് നൽകില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? PJ ജോസഫ് വിഭാഗത്തെ ആകെ അവഗണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായ ഒരു വിശദീകരണം കേരള കോൺഗ്രസ്, അതായത് മാണിയും അതോടൊപ്പം തന്നെ ജോസ് കെ മാണി, ജോയ് എബ്രഹാം അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ്, അതായത് ഒരു തീർച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. PJ ജോസഫിന് സീറ്റില്ല, പകരം സ്റ്റീഫൻ ജോർജ് മത്സരിക്കുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ആനന്ദ്, സിജു, ഏതായാലും വളരെ വിശദമായ ഒരു വ്യക്തത തന്നെയാണ് സിജു ഇക്കാര്യത്തിൽ വരുത്തിയത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. PJ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹം പലപ്പോഴും പ്രത്യക്ഷമായോ പരോക്ഷമായോ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ലയനത്തിന്റെ ഗുണം തനിക്കോ തന്നോടൊപ്പം വന്നവർക്കോ ആർക്കും ലഭിച്ചിട്ടില്ല എന്ന്. അതുപോലെ സിജു സൂചിപ്പിച്ചതുപോലെ ജോസ് കെ മാണിയുടെ ഭാര്യയെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വയ്ക്കുന്നു. പക്ഷേ PJ ജോസഫിന്റെ നിലപാട് കടുപ്പിച്ചതോടുകൂടി അങ്ങനെ ഒരു മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ കഴിയില്ലെന്ന കടുത്ത സമ്മർദ്ദം കെ മാണിക്കുണ്ടായി. പക്ഷെ വളരെ തന്ത്രപൂർവ്വം മാണി അതെല്ലാം ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത്. എന്ത് ചലനം UDFനുള്ളിൽ ഇത് ഉണ്ടാക്കും സിജു ഈ ഘട്ടത്തിൽ? ആനന്ദ്, നേരത്തെ സൂചിപ്പിച്ചു, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതായി PJ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിൽ ലയിക്കുന്ന സാഹചര്യം, അതിനുശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിയെന്നത്, അതായത് മാണിയെ മനഃപൂർവ്വം UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ തന്നെ കുരുക്കിയെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് നേരത്തെ UDFൽ നിന്ന് വിട്ടുപോവുകയും പിന്നീട് UDFിലേക്ക് കേരള കോൺഗ്രസ് വരികയും ഈ പുതിയ തെരഞ്ഞെടുപ്പ് എത്തിയ സാഹചര്യത്തിൽ PJ ജോസഫിനെ കൂടി പരിഗണിക്കും. അതായത് രാജ്യസഭാ സീറ്റ് മാണി വിഭാഗത്തിന് കൊടുത്തപ്പോൾ സ്വാഭാവികമായും PJ ജോസഫിന് ലോക്സഭാ സീറ്റിൽ ഒരു പരിഗണന കിട്ടുമെന്നാണ് PJ ജോസഫും ജോസഫിനെ അനുകൂലിക്കുന്നവരും പ്രതീക്ഷിക്കുകയും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തത് PJ ജോസഫ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് PJ ജോസഫിന് ഒരിക്കലും ഒരു സീറ്റ് നൽകാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഇത്തരം ലോക്സഭാ സീറ്റിൽ PJ ജോസഫിന് കൊടുക്കുകയാണെങ്കിൽ അത് മാണി വിഭാഗം വിലയിരുത്തുന്നത് തന്നെ ഘട്ടത്തിൽ ദയവായി തുടരുക. വളരെ നിർണായകമായി നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്ന ആളാണ് ആന്റണി രാജു. ആന്റണി രാജു, നമ്മളടക്കം ഈ വിഷയം പരിശോധിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ.
എങ്ങനെ കരുതുന്നു? താങ്കളുടെ നിലപാടും നിരീക്ഷണവും വളരെ കൃത്യമായിരുന്നു. പക്ഷെ PJ ജോസഫിന്റെ ഇനിയുള്ള നിലപാട് എങ്ങനെ താങ്കൾ നോക്കുന്നു? അല്ല, ഇത് എല്ലാവർക്കും അറിയുന്നതായിരുന്നു. ഒരു കാരണവശാൽ PJ ജോസഫിന് ഈ സീറ്റ് നൽകില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതായിരുന്നു. അതിന് പുതുമയൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോ PJ ജോസഫ് സാറിന് ഒന്നുകിൽ അതിനകത്ത് അടിയറവ് പറഞ്ഞുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ആത്മാഭിമാനം വീണ്ടെടുത്തുകൊണ്ട് പുറത്തു വരിക. ഇതിൽ ഏത് തീരുമാനമാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നത്? എനിക്കിപ്പോഴും പൂർണ്ണമായി ഞാൻ ഈ സ്റ്റീഫൻ ജോർജിന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനിയും അതിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. മാണിയുടെ മനസ്സിലുള്ളത് മരുമകൾ തന്നെയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയത്തിനകത്ത് വലിയ കടുത്ത പ്രതിസന്ധിയിലേക്കും അമർഷത്തിലേക്കും പിളർപ്പിലേക്കും വഴിവെക്കുന്ന ഒന്നാണ് ഈ ഒരു വാർത്ത. എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ആന്റണി രാജു താങ്കളോട് ചോദിക്കുകയാണ്. ഒന്ന്, ഈ സ്റ്റീഫൻ ജോർജിന്റെ വിജയസാധ്യത എന്താണ് ഈ ഘട്ടത്തിൽ? മറ്റൊന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിനോട് എല്ലാ തുറന്ന സമീപനവും PJ ജോസഫിനുണ്ട്. നിങ്ങൾ നിരുപാധികം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണോ ഈ ഘട്ടത്തിലും? UDF-നുള്ളിൽ ഏത് നിലയിലുള്ള പ്രതിസന്ധി ആയിരിക്കും? PJ ജോസഫ് ഇതിൽ നിന്ന് പിളർന്നു മാറി UDF-ൽ തന്നെ തുടരുമോ? എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ? അല്ല, സ്റ്റീഫൻ ജോർജ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജിവെച്ച് കറിയാ തോമസിന്റെ പാർട്ടിയിലെ അംഗമായി LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളാണ് സ്റ്റീഫൻ ജോർജ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംബന്ധിച്ചിൽ അങ്ങനെ വ്യക്തമായ ഏതെങ്കിലും ഒരു പാർട്ടിയോ മുന്നണിയോ ഒന്നും തന്നെ ഇല്ല. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറാൻ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കഴിഞ്ഞ മുമ്പിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF വിട്ട് മാണി ഗ്രൂപ്പ് വിട്ട് ഇടതുപക്ഷത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. ഇതിനകത്ത് ഇപ്പോ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. PJ ജോസഫ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസുമായി യോജിക്കുന്നതിന് പ്രത്യേക തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ, അപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയാം. ഏതായാലും അദ്ദേഹം ഉചിതമായ ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അനാഥമാകില്ല, കൂടുതൽ ശക്തനാവുകയുള്ളൂ. അദ്ദേഹം അടിയറവ് പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനം പണയപ്പെടുത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അന്ത്യമായിരിക്കും കുറിക്കുക. അതായത് കോൺഗ്രസിന് മുന്നിലായിരിക്കുമോ മാണിക്ക് മുന്നിലായിരിക്കുമോ ശരിക്കും സറണ്ടർ ആവുക ഇദ്ദേഹം PJ ജോസഫ്? ആന്റണി രാജു, അവസാനമായി എന്തോ ശരിക്കും PJ ജോസഫ് ഇവിടെ സറണ്ടർ ആവുന്നത് KM മാണിക്ക് മുന്നിലായിരിക്കുമോ കോൺഗ്രസിന് മുന്നിലായിരിക്കുമോ? UDF-ൽ തന്നെ പിളർന്നു നിൽക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ഇപ്പോൾ പുറത്തു വരാതെ? UDF-ൽ പിളർന്നു നിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഈ ശ്രമത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊരു കക്ഷിയായി UDF-ൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ തീരുമാനത്തിലേക്ക് പോയാൽ KM മാണി UDF വിടുമെന്നുള്ള ഭീഷണി മുഴക്കിയപ്പോൾ PJ ജോസഫ് സാറിനെ UDF-ഉം കോൺഗ്രസും കൈവിടുകയാണ് ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് ആണ് വഞ്ചിച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പ്രത്യേക ഘടകകക്ഷിയായി നിർത്താമെന്നുള്ള അദ്ദേഹത്തിന് കൊടുത്തിരുന്ന വാക്ക് പാലിക്കാതെ അദ്ദേഹത്തെ കോൺഗ്രസ് ആണ് ഇപ്പോൾ PJ ജോസഫ് സാറിനെ വഞ്ചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ശരിയായ രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ ഒരു UDF-നകത്ത് തന്നെ അഭയാർത്ഥിയായി അല്ലെങ്കിൽ KM മാണിയുടെ ഒരു അടിമയായി അദ്ദേഹം ഇനി തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. PJ ജോസഫ് സാറിനെ അടുത്തറിയുന്നവർക്കറിയാം, അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തെ അദ്ദേഹം നിന്നുകൊടുത്തിട്ടില്ല. ഹ്യൂമിലിയേഷൻ സഹിച്ചുകൊണ്ട് അദ്ദേഹം നിന്നുകൊടുത്തിട്ടില്ല. ഇത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം കൂടിയാണ്. അദ്ദേഹം പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള നിലപാടാണ് മാണി ഗ്രൂപ്പ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഈ ഒരു സ്ഥാനാർത്ഥി വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ വ്യക്തമാണ് ആന്റണി രാജു താങ്കളുടെ നിരീക്ഷണവും പ്രതികരണവും. താങ്കൾ ഇത് നേരത്തെ തന്നെ ഞങ്ങളോടക്കം ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞതുമാണ്. സിജു, ഇത് തന്നെയാണ് വിഷയം. കോൺഗ്രസ് വളരെ തന്ത്രപൂർവ്വം PJ ജോസഫിനെ പറ്റിച്ചതാണ് എന്ന് തന്നെ നമുക്കും വിലയിരുത്തേണ്ടി വരുമോ ഈ ഘട്ടത്തിൽ? കാരണം നേരത്തെ ആന്റണി രാജു നമ്മുടെ ചർച്ചകളിൽ നമ്മളോട് പറഞ്ഞത് KM മാണി ഒരു വജ്രായുധം ഉപയോഗിച്ചു. ഇനി കൂടുതൽ ഇക്കാര്യത്തിൽ തർക്കിക്കാനും സംസാരിക്കാനും വന്നാൽ എനിക്ക് NDA ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും UDF-ന് ഇപ്പോൾ നല്ലത് എന്ന വജ്രായുധം. അത് ആന്റണി രാജു പറഞ്ഞത് അതുപോലെ വിജയിക്കപ്പെട്ടിരിക്കുന്നു. PJ ജോസഫ് നിഷ്പ്രഭനായിരിക്കുന്നു. പക്ഷെ PJ ജോസഫിന്റെ ഒരു ചരിത്രം എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാനാവുക? ഈ അടിമയായി അദ്ദേഹം ആന്റണി രാജുവിന്റെ വാക്കുകൾ പോലെ സറണ്ടറായി നിൽക്കുമോ അതിനുള്ളിൽ? സ്വാഭാവികമായും നമുക്കറിയാം കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടി തരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് പിളരുന്നുണ്ട്, വളരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത്. PJ ജോസഫ് ഒരു പക്ഷേ നേരത്തെ ആന്റണി രാജു അടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ തുടരാനുള്ള സാഹചര്യമില്ല. കാരണം PJ ജോസഫ് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം എന്ന തരത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ശക്തമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിൽക്കുകയും പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും കൃത്യമായ തന്റെ സാന്നിധ്യം
ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം LDF-നൊപ്പം നിൽക്കുകയും മന്ത്രിസ്ഥാനം അടക്കം നേടുകയും പിന്നീട് UDF-ലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ചരിത്രവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PJ ജോസഫിന് സ്വന്തം വ്യക്തിപരമായും അതോടൊപ്പം തന്നെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന തരത്തിലൊരു നിലപാട് നിൽക്കുകയും അത്തരത്തിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് PJ ജോസഫ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ അകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും നഷ്ടപ്പെടുത്തുന്ന രീതിയിലും സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. PJ ജോസഫ് തീർച്ചയായും തന്നെ, കാരണം കഴിഞ്ഞ മീറ്റിംഗിൽ അടക്കം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് 2 സീറ്റുള്ള അവകാശമാകുന്നതുകൊണ്ട് ഒന്ന് മാണി വിഭാഗത്തിനും ഒന്ന് PJ ജോസഫിന് നൽകുക, പിന്നീട് ഒടുവിൽ 1 സീറ്റ് മാത്രമേ നൽകൂ എന്ന് UDF നിലപാട് വ്യക്തമാക്കിയ കാര്യത്തിൽ അത് PJ ജോസഫ് തനിക്ക് തന്നെ ലഭിക്കണം എന്ന നിലപാടാണ് PJ ജോസഫ് ആവർത്തിച്ചത്. ഇന്ന് രാവിലെയും ഇടുക്കിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് പ്രതീക്ഷയുണ്ട്, പാർട്ടിയുടെ ഏക സീറ്റ് തനിക്ക് തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ന്യായം വളരെ വ്യക്തമാണ്. ആ രാജ്യസഭാ സീറ്റ് മാണി വിഭാഗം ജോസ് കെ മാണി നിലവിൽ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലുണ്ട്. രണ്ടാം ഭാഗം, അതായത് പാർട്ടിയിലെ രണ്ടാമത്തെ വിഭാഗമായ തങ്ങൾക്ക് അടുത്ത ലോക്സഭാ സീറ്റ് ലഭിച്ചേ തീരുകയുള്ളൂ. ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുമ്പോൾ ആ സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും PJ ജോസഫിനുള്ള മുന്നിലുള്ള മാർഗം PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തോടെ നിലപാട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ PJ ജോസഫ് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിൽ നിന്ന് വിട്ടുകൊണ്ട് പുറത്തേക്ക് വരികയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വീണ്ടും പുനരുജ്ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുക. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോസ് കെ മാണി കോട്ടയം ജില്ലയിലെ കോട്ടയം മണ്ഡലത്തെ അനാഥമാക്കിക്കൊണ്ട് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോയപ്പോൾ അത് തീർച്ചയായും PJ ജോസഫിന് അവകാശപ്പെട്ടതെന്നൊരു വാദം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അത് ന്യായവുമാണ്. പക്ഷെ ഇവിടെ UDF എടുത്തൊരു നിലപാട്, UDF അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു കേരള കോൺഗ്രസിന് 1 സീറ്റ് കൃത്യമായി നൽകിയിരിക്കുന്നു, അത് വേണമെങ്കിൽ UDF-ൽ അത് മാണി വിഭാഗത്തിന് തന്നെ കൈയാളാം എന്ന നിലപാടാണ് UDF വ്യക്തമാക്കിയിരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാണി നിലപാടെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ KJ ദേവസ്യ കേരള കോൺഗ്രസ് നേതാവ് നമ്മളോടൊപ്പം ചേരുന്നു. KJ ദേവസ്യ, സ്റ്റീഫൻ ജോർജിനെ സ്ഥിരീകരിക്കാമല്ലോ അല്ലെ ഈ ഘട്ടത്തിൽ? മറ്റൊന്ന്, PJ ജോസഫ് ഇന്ന് രാവിലെയും താങ്കൾ അതിനെ തള്ളിക്കളയരുത് ദേവിയത്, നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചതുമാണ്. PJ ജോസഫിന് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ഇന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാം നിഷ്പ്രഭമാവുകയാണ്, KM മാണി സർവ്വ സൈന്യാധിപനായി മാറുകയാണ് എന്ന് വേണമോ കാണാൻ? ആ മാതിരി കാര്യങ്ങളോടൊന്നും ഹലോ പറയൂ. ആ മാതിരി കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ച പാർട്ടിയുടെ 2 തരം കമ്മിറ്റികൾ ചേരുന്നുണ്ട്. ആ കമ്മിറ്റികൾ വെച്ച് മാത്രമേ സ്ഥാനാർത്ഥിനെ തീരുമാനിക്കുള്ളൂ. PJ ജോസഫിന് സീറ്റില്ല എന്ന കാര്യം ഉറപ്പിക്കാമോ? അല്ല, അത് പറഞ്ഞതല്ല. പാർട്ടിയുടെ കമ്മിറ്റി യോഗം ചേരാനിരിക്കെ അങ്ങനെ ഇന്നയാൾക്ക് സീറ്റില്ലെന്നും ഇന്നൊരാൾ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നത് പരിഗണനയിലുള്ള പേരുകളെങ്കിലും പറയാമോ? സ്റ്റീഫൻ ജോർജിനെ പരിഗണിക്കുന്നുണ്ടോ? അല്ല, ഞാന് പാർട്ടിയിലെ ഒരു പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കമ്മിറ്റി കൂടി ഒരു താങ്കളുടെ പരിമിതി നമുക്കറിയാം. പക്ഷേ വളരെ 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 അധികം ചർച്ചകൾ ഇങ്ങനെ നടക്കുകയല്ലേ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. പരിഗണനയിലുള്ള പേരുകളെങ്കിലും പറയാമോ? PJ ജോസഫിന്റെ പേര് പരിഗണനയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആകാംക്ഷ ഉണർത്തുന്ന ചർച്ചകൾ ഉണ്ടാകുന്നത് നല്ലതാ. ഇവിടെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരെന്ന് പറയാൻ കഴിയില്ല. ശരി താങ്കളെല്ലാം മാധ്യമങ്ങൾ ആ നിലയിൽ ഉണ്ടാക്കിയെടുക്കുന്ന വാർത്തകളാണ്. ശരി സിജു. ഏതായാലും സിജു, KJ ദേവസ്യ കേരള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കൂ. ഏതായാലും അത്തരം പ്രതികരണങ്ങളിലേക്കൊന്നും ഞാൻ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്ന നിരീക്ഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ തന്നെ നിഗമനങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാം എന്ന നിലയിൽ തന്നെയാണ് സ്ഥിരീകരണങ്ങൾ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിജു, എന്താണ് UDF-നുള്ളിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ചലനമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാനാവുക? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PJ ജോസഫിന് പിളർന്ന് ഒരു ഘടകമായി UDF-നുള്ളിൽ നിൽക്കാൻ അതിന്റെ സാധ്യത ഈ ഘട്ടത്തിൽ എങ്ങനെ പരിശോധിക്കപ്പെടുന്നു? ആനന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് നിലവിൽ കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥികളെ അടക്കം നിശ്ചയിച്ചുകൊണ്ട് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഏറെക്കുറെ വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ തന്നെ കോട്ടയത്തെ ജനങ്ങൾക്ക് കേരള കോൺഗ്രസ് ഒരു ചതി കാണിച്ചു എന്നൊരു വികാരം കോട്ടയത്തെ ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിലുണ്ട്. ആ ചതി എന്ന് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റ്, അതായത് UDF-ൽ വിലപേശിക്കൊണ്ട് കേരള കോൺഗ്രസ് വിലപേശുകയും ജോസ് കെ മാണിയെ രാജ്യസഭയിലാക്കുകയും ചെയ്തത്. അതായത് UDF കോൺഗ്രസ് കീഴടങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് കേരള കോൺഗ്രസിന് മുന്നിൽ. അങ്ങനെ പോവുകയും കഴിഞ്ഞ 6 മാസക്കാലമായി കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ ഒരു MP പാർലമെന്റിൽ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം.
ഈ സാഹചര്യത്തിൽ കൂടി വീണ്ടും UDF ഒരുതരം സമ്മർദ്ദത്തിന് വഴങ്ങി, കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ PJ ജോസഫിന് മുന്നിൽ രണ്ട് ചതികളാണ് മുന്നിൽ വന്നിരിക്കുന്നത്. ഒന്ന്, UDF നടത്തിയ ചതി. കാരണം വീണ്ടും PJ ജോസഫിനെ പരിഗണിക്കാതെ മാണി വിഭാഗത്തെ തന്നെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് UDF എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാണി വിഭാഗം ഇത്തവണ ചെയ്യേണ്ടിയിരുന്നത് PJ ജോസഫിന് ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് ലോക്സഭയിലേക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്, കേരള കോൺഗ്രസ് എമ്മിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. UDF വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യമാണ്. രാജ്യസഭയിൽ കേരള കോൺഗ്രസിന്റെ എമ്മിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ഒരു പ്രതിനിധി ഉള്ളപ്പോൾ PJ ജോസഫിന് തന്നെയാണ് സീറ്റ് നൽകേണ്ടിയിരുന്നതാണ് PJ ജോസഫിന്റെയും ഒപ്പമുള്ളവരുടെയും ഒരു അവകാശവാദം. അവരുടെ ആഗ്രഹവും അങ്ങനെ തന്നെയായിരുന്നു, ഒരു സീറ്റ് ലഭിക്കുമെന്ന തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു നിലപാടെടുക്കുമ്പോൾ PJ ജോസഫിന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്ന രണ്ട് വഴികളിലൊന്നും നേരത്തെ ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, മാണിക്ക് മുന്നിലും UDFന് മുന്നിലും അടിയറവ് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിൽ എമ്മിൽ തന്നെ തുടരുക, അത് നിലവിൽ പാർലമെന്റിൽ അടക്കം അവരുടെ സാന്നിധ്യം പ്രാതിനിധ്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. രണ്ടാമതുള്ളത്, PJ ജോസഫ് വീണ്ടും കേരള കോൺഗ്രസിനെ പിളർത്തി പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ UDFൽ കേരള കോൺഗ്രസ് ജെ എന്ന തരത്തിൽ നിൽക്കുമോ, അതോ തുടർന്ന് സ്വതന്ത്രമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നിൽക്കുമോ, അല്ലെങ്കിൽ LDFിലേക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷമായി മുന്നോട്ട് വരിക എന്നുള്ള ഇത്തരം കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടി വരിക. ഏതായാലും PJ ജോസഫിന് ഇനി ഇത്തരത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സാഹചര്യത്തിൽ PJ ജോസഫിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൂടി ബാധ്യതയാണ്. അല്ലെങ്കിൽ എന്നേക്കുമായി PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ലാതാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PJ ജോസഫ് അടിയറവ് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിലനിൽക്കുക എന്നുള്ള അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമെന്ന് കാണാൻ കഴിയില്ല. ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ PJ ജോസഫ് എടുത്തിട്ടുള്ള നിലപാട് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു അവഗണന സഹിച്ച് കേരള കോൺഗ്രസിന്റെ മാണിയോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആസന്നമായ ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുക. ശരി സിജു, വ്യക്തമാണ്. ഏതായാലും ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണെങ്കിലും വീണ്ടും കൗതുകമാണ്. നേരത്തെ സുജു സൂചിപ്പിച്ചതുപോലെ വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന ആ ചരിത്രം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും കേരള കോൺഗ്രസിന്റെ ഒരു പിളറിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ PJ ജോസഫിന്റെ നിലപാട് വളരെ നിർണായകമാണ്. കാരണം UDF ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ ഏതായാലും PJ ജോസഫിന് സീറ്റില്ല, മാണിയുടെ വിശ്വസ്തൻ തന്നെ മത്സരിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്തരം നിഗമനങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്നു. മറ്റു വാർത്തകളിലേക്ക് കൂടി. തൊളിക്കോട് പീഡന കേസിൽ മുൻ ഇമാം ഷഫീഖ് ഖാസിമി കുറ്റം സമ്മതിച്ചു. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഖാസിം. ഈ ബന്ധം ഉപയോഗിച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും പോലീസിനോട് ഇയാൾ പറഞ്ഞു. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, എന്തൊക്കെയാണ് ഇയാൾ പോലീസിനോട് തുറന്നു സമ്മതിച്ച കാര്യങ്ങൾ, വിശദാംശങ്ങൾ? ആനന്ദ്, ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ലോഡ്ജിൽ നിന്ന് ഷഫീഖ് അൽ ഖാസിമിയെ പ്രത്യേക അന്വേഷണ സംഘം D അശോകന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടുന്നത്. തുടർന്ന് ഇന്നലെ രാത്രി തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വലിയമല പോലീസ് സ്റ്റേഷനിൽ ഇമാമിനെ എത്തിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ നെടുമങ്ങാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് കൃത്യമായി തന്നെ വൈദ്യപരിശോധന നടത്തി. അതിനുശേഷം തന്നെയാണ് ഇവർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കും. തുടർന്നായിരിക്കും പോസ്കോ കോടതിയിലേക്ക് ഈ കേസ് മാറ്റുക എന്നുള്ളത്. എന്തായാലും ഈ കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഇദ്ദേഹം, അതായത് ഷഫീഖ് അൽ ഖാസിമി, കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിരന്തരമായി ഈ കുട്ടിയുടെ കുടുംബവുമായി ഒരു ബന്ധം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ബന്ധം മുതലെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഈ കുട്ടിയെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുപോയത്. അതായത് ഇന്നേ ദിവസം 1 മാസത്തോളം തികയുന്നു ഈ പീഡനം നടന്നിട്ട്, ഈ പീഡനം പുറത്തു വന്നിട്ട്. ഈ പീഡനം നടന്നതായി, അതായത് ഇദ്ദേഹത്തെ ഇന്നോവ വാനിൽ നിന്ന് ഈ കുട്ടിയുമായി പിടിച്ച അതേ ദിവസം രാവിലെ ഈ സ്കൂളിലേക്ക് വന്ന കുട്ടിയെ ഇന്നോവ വാനിലേക്ക് കയറ്റി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതമായി. ശരി റിനു, വ്യക്തമാണ്. തീർച്ചയായും പീഡന കേസിൽ ഇമാം ഷഫീഖ് ഖാസിമി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. കുടുംബവുമായി അടുത്ത ബന്ധം അത് ഉപയോഗിച്ചാണ് പീഡനം നടത്തിയത് എന്നുകൂടി പോലീസിനോട് തുറന്ന് സമ്മതിക്കുന്നു. റിനുവാണ് വിവരങ്ങൾ നൽകിയത്.